സ്നേഹമുള്ളവരെ, നമ്മൾ ജൂബിലി കുരിശിൻ്റെ ഈ പ്രയാണത്തിൽ പങ്കെടുത്ത എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഈ കുട്ടികളെ ഒരുക്കിയതിന് പ്രത്യേകമായി നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ കുഞ്ഞിത്തൈ ദേവാലയത്തിൽ നിന്നും നമ്മൾക്ക് വാഹന അകമ്പടിയോടുകൂടി ഈ കുരിശിനെ ഇവിടേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതുമായി ബന്ധപ്പെട്ട് വന്ന കുരിശിൻ്റെ ഒരു ഭാഗം റോമിൽ ലാറ്ററൻ ദേവാലയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ കുരിശാണ് കുരിശാരാധനയ്ക്ക് എടുക്കുന്നത്. വർഷത്തിലൊരിക്കൽ മാത്രമേ അത് പുറത്തേക്ക് എടുക്കാറുള്ളൂ, കുരിശാരാധന സമയത്ത്. ആ സമയത്ത് ആ കുരിശിൽ നമുക്കറിയാം ഈ തിരുശേഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ 3 വിധത്തിലാണ്. ഒന്ന് ആ വ്യക്തിയുടെയോ അല്ലെങ്കിൽ വസ്തുക്കളുടെയോ അവശിഷ്ടങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. രണ്ടാമത്തത് നമ്മൾ അതിൽ ഒട്ടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു തിരുശേഷിപ്പാണ്. പ്രകാരം നമ്മൾക്ക് 3ാമത്തെ സ്റ്റേജിലുള്ള ഒരു തിരുശേഷിപ്പാണ് ആ കർത്താവിൻ്റെ കുരിശിൽ സ്പർശിച്ചിട്ട് ലഭിച്ചിരിക്കുന്ന വിശുദ്ധ വസ്തുവാണ് ഈ കുരിശിൽ വച്ചിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ കുരിശുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയൊരു വിശ്വാസസത്യമാണ് ഇവിടെ ആയിരിക്കുക ഈ കുരിശ്. അപ്പോൾ നമ്മൾ ഈ കുരിശാരാധനയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മൾക്ക് ഈ ഒരാഴ്ചക്കാലം ഏറ്റവും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും വേദനകളെയും നമ്മുടെ സ്വപ്നങ്ങളെയും നിരാശകളെയും ഒക്കെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഒരാഴ്ചക്കാലം മുഴുവൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക. വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കട്ടെ എന്ന് നമ്മൾക്ക് വിനീതമായി പ്രാർത്ഥിക്കാം. നമുക്ക് കുരിശ് ആരാധനയിൽ സമയം പങ്കെടുക്കാം. നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവൻ്റെ മുറിവിനാൽ നിന്ന് സൗഖ്യമുള്ളവരാണ്. പാപങ്ങളുടെ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറ്റി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് രക്ഷയുടെ അടയാളമാക്കി മാറ്റിയവരാണ് അവിടെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട്